ക്രീം രൂപത്തിലുള്ള തൊട്ടാൽ പൂ പോലെ മൃദുലമായ മധുരമൂർന്ന ഈ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വിഷമകരമാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ വളരെ എളുപ്പമാണ്. അമൂൽ കൂടെയുണ്ടെങ്കിൽ എന്താ സാധിക്കാത്തത്? ഇതിനാവശ്യമുള്ളവ 6 കപ്പ് അമൂൽ താജ മിൽക്ക്, 2 ടേബിൾ സ്പൂൺ അമൂൽ നെയ്യ്, 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1/2 കപ്പ് പഞ്ചസാര സിറപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. പാചകം തുടങ്ങുന്നതിന് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അമൂൽ താജ മിൽക്ക് ഒഴിക്കുക. ഏതാനും മിനിറ്റ് പാൽ തിളപ്പിക്കുക. അടുത്തത് കുറച്ച് നാരങ്ങ നീര് പാലിൽ ചേർത്ത് നന്നായി ഇളക്കുക. പാൽ പിരിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ പാലിൽ നിന്ന് വെള്ളം വേർതിരിയാൻ തുടങ്ങും. പാൽ അങ്ങനെ തന്നെ തിളയ്ക്കാൻ അനുവദിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പാത്രം അടുപ്പിൽ നിന്ന് നീക്കുക. ഇനി ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിൽ നിന്ന് പാൽ കട്ട വേർതിരിച്ചെടുക്കണം. പാലിന്റെ റെസിഡ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉടൻ തന്നെ മിൽക്ക് കേക്ക് ആക്കി മാറ്റാൻ പോകുന്നത്. മറ്റൊരു ചട്ടിയിൽ കുറച്ച് അമുൽ നെയ്യ് ഒഴിക്കുക. അത് ഉരുകി കഴിയുമ്പോൾ വേർതിരിച്ചെടുത്ത മിൽക്ക് റെസിഡ്യൂ ഇതിൽ ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി ഈ പാനിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിക്കുക. ഈ മിശ്രിതം ഏതാനും മിനിറ്റ് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുക. ഏതാനും മിനിറ്റ് കൂടി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മിശ്രിതം കുറേശ്ശെയായി സ്വർണ്ണ നിറം ആകുന്നത് നിങ്ങൾക്ക് കാണാനാകും. ഇപ്പോൾ അത് വലിയൊരു ഉണ്ടയായി മാറിയിട്ടുണ്ടാകും. ഇനി ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി കേക്കിന് ശരിയായ ആകൃതി കിട്ടാൻ ഒരു മോൾഡിൽ നന്നായി അമർത്തി നിറയ്ക്കുക. അതിനുശേഷം വിളമ്പാനുള്ള ഒരു പ്ലേറ്റിൽ ശ്രദ്ധയോടെ കമഴ്ത്തുക. മോൾഡ് സാവധാനം ഉയർത്തി നോക്കൂ. നിങ്ങൾ കാത്തിരുന്ന പാൽ കേക്ക് പുറത്തു വരുന്നത് കാണാം. കുറച്ച് പോമഗ്രാനൈറ്റ് സീഡും പുതിന ഇലയും കൊണ്ട് അലങ്കരിച്ചാൽ കാണാനും നല്ല ഭംഗിയുണ്ടാകും. ഇതാ പെർഫെക്റ്റ് ഹോം മെയ്ഡ് ഡെസേർട്ട്. അത്താഴശേഷം അതിഥികൾക്കും വിളമ്പാം അഭിമാനത്തോടെ.